എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും എന്താണെന്ന് മനസ്സിലായില്ല. അടിപൊളി ഒരു ഷോപ്പിംഗ് ബാഗാണ് കേട്ടോ. വലിയൊരു പോക്കറ്റൊക്കെ ഫ്രണ്ടിൽ വരുന്നുണ്ട്. വളരെ ഈസി ആയിട്ട് ചെയ്തെടുത്ത ഒരു ഷോപ്പിംഗ് ബാഗാണ്. അപ്പോൾ ഇതുപോലത്തെ ഒരു ഷോപ്പിംഗ് ബാഗ് നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യണമെങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഷോപ്പിംഗ് ബാഗ് തയ്ക്കാനായിട്ട് നിങ്ങളുടെ കയ്യിൽ ഏത് തുണി ഉണ്ടെങ്കിലും എടുത്തോളൂ കേട്ടോ. അപ്പോൾ ഞാനിന്നിവിടെ എടുക്കുന്ന ഒരു ഫ്രോക്കാണ്. പഴയ ഒരു ഫ്രോക്കിൻ്റെ താഴോട്ടുള്ള ഭാഗം കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ ഞാനിതാ ഈ ഒരു ഭാഗം താഴോട്ട് കട്ട് ചെയ്ത് ഒന്നെടുത്ത് ലെവൽ പീസ് ആക്കിയിട്ട് തുണി എടുക്കുന്ന അളവൊക്കെ പറഞ്ഞു തരാം കേട്ടോ. പിന്നെ നമുക്ക് ഒരു അരിച്ചാക്ക് കൂടെ വേണം കേട്ടോ. അപ്പോൾ ഞാൻ അരിച്ചാക്കും ഒരു പീസ് തുണിയുടെ അളവിലായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം ഈ തുണിയും അരിച്ചാക്കും ഒരേ വീതിയിലും ഒരേ നീളത്തിലും കട്ട് ചെയ്തെടുത്തിട്ട് ഇത് രണ്ടും കൂടെ ഒന്നിച്ച് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഇടയ്ക്കൂടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോഴേ നമ്മുടെ ഈ തുണിക്ക് ബലം കിട്ടുള്ളൂ. അപ്പോൾ ഇതാ തുണിയുടെ ഉൾവശത്ത് ഇതുപോലെ ചാക്ക് വെച്ചിട്ട് ഇതുപോലെ നീളത്തിലായിട്ട് 3-4 സ്റ്റിച്ചിങ് കൊടുക്കുക. തിരിച്ചും അതേപോലെ തന്നെ 3-4 സ്റ്റിച്ചിങ് കൊടുത്തിട്ട് ഇതിൻ്റെ ഫുള്ളാകെ 4 സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരണേ. അപ്പോൾ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഇതാ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമ്മുടെ തുണി കയ്യിലെടുക്കുമ്പോൾ നല്ല സ്ട്രോങ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ആദ്യം ചെയ്തെടുക്കുക. അപ്പോൾ എടുത്തിരിക്കുന്ന തുണിയുടെ നീളം വരുന്നത് 38 ഇഞ്ചാണ് കേട്ടോ നീളം എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ വീതി വരുന്നത് 18 ഇഞ്ചുമാണ്. ഇനി നമുക്ക് ഈ തുണി ഒന്ന് ഇതുപോലെ ഒന്ന് രണ്ടാക്കി ഒന്ന് മടക്കിയിടുക. ഇതുപോലെ ഒന്ന് രണ്ടാക്കി മടക്കിയിട്ടതിന് ശേഷം ഇനി നമുക്ക് റൗണ്ട് ഷേപ്പിലുള്ളൊരു പ്ലേറ്റ് എടുത്തിട്ട് അതിങ്ങനെ സൈഡിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ ആ സൈഡൊന്ന് റൗണ്ടാക്കി ഒന്ന് വരച്ച് കൊടുത്തിട്ട് അതുപോലെ സൈഡൊന്ന് റൗണ്ടിൽ കട്ട് ചെയ്യുക. അപ്പം നമ്മൾ ഈ സൈഡ് കട്ട് ചെയ്ത പോലെ തന്നെ അടുത്ത ഭാഗം നമുക്ക് ആ റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ അടുത്ത ഭാഗം റൗണ്ടിലൊന്ന് മാർക്ക് ചെയ്തിട്ട് അവിടെ ഒന്ന് റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തുണി ഈ ഒരു ഷേപ്പിലാണ് രണ്ട് സൈഡും കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിങ്ങനെ ഒന്ന് രണ്ടാക്കി മടക്കിയിട്ടതിന് ശേഷം ഇതിൻ്റെ താഴോട്ട് ഓപ്പൺ അല്ലാത്ത ഭാഗത്ത് ഫോൾഡ് ചെയ്തിരിക്കുന്ന ഭാഗം കറക്റ്റ് സെൻറ്റർ ഭാഗം രണ്ട് സൈഡും ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യുക. അത് നമുക്ക് കറക്റ്റ് സെൻറ്റർ ഭാഗം മനസ്സിലാക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഒന്ന് കട്ട് ചെയ്യുന്നത്. ചോക്കും കൊണ്ടൊന്ന് മാർക്ക് ചെയ്താലും മതി കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു സൈഡിൽ നിന്ന് മേളിൽ നിന്ന് താഴോട്ടായിട്ട് 8 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതിനുശേഷം 8 ഇഞ്ച് പീസാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് അവിടെ വയ്ക്കാനായിട്ട് ഒരു സിബ് വേണം. അപ്പോൾ എൻ്റെ കയ്യിൽ റോളായിട്ടിരിക്കുന്ന സിബ്ബാണ്. ഇത് ബാഗിനൊക്കെ വെക്കുന്നത് സിബ്ബാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ആവശ്യമുള്ളത്രയും നമ്മൾ മുറിച്ചെടുത്ത് അതിലേക്ക് നമുക്ക് ഇനി റണ്ണർ ഇട്ട് കൊടുക്കണം. സിബിലേക്ക് റണ്ണർ ഇതുപോലെയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. സിബിലേക്ക് റണ്ണർ ഇട്ട് കൊടുത്തതിന് ശേഷം അത് ഫുള്ളായിട്ട് ഇതുപോലൊന്ന് ലോക്ക് ചെയ്ത് ആ റണ്ണർ നമ്മൾ പുറത്തോട്ട് എടുത്തിട്ട് വീണ്ടും ഒന്നും കൂടെ നമ്മൾ റണ്ണർ സിബിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സിബിലേക്ക് റണ്ണർ ഇട്ട് കൊടുത്തു രണ്ടാമത്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇപ്പോൾ ഇത് സിബ് നല്ല വശമായിട്ടാണ് ഞാൻ ഈ കാണിക്കുന്നത്. അപ്പോൾ തുണിയുടെ നല്ല ഭാഗത്തേക്ക് ആ റണ്ണർ താഴെ വരുന്ന രീതിക്ക് വേണം നമ്മൾ ഇതുപോലെ വെച്ച് തുണിയായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ. അങ്ങനെ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം സിബിൻ്റെ അടുത്ത ഭാഗത്തേക്ക് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ച തുണി സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് ഈ സിബ് ഒന്ന് തുണിയായിട്ട് സ്റ്റിച്ച് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഇത് പോക്കറ്റാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ. നമ്മുടെ ഷോപ്പിംഗ് ബാഗിൻ്റെ ഫ്രണ്ടിലായിട്ട് വലിയൊരു പോക്കറ്റ് കാണിക്കുന്ന ആ ഒരു പോക്കറ്റാണ് നമ്മളിപ്പോൾ ചെയ്തെടുക്കുന്നത്. ഇനി തുണിയുടെ നല്ല വശത്തൂടെ സിബിൻ്റെ അരികത്തൂടെ തന്നെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്യുക. ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുക. ഇനി നമുക്ക് സിബിൻ്റെ അടുത്ത ഭാഗത്തേക്ക് കട്ട് ചെയ്ത് മാറ്റിയ തുണി എടുത്ത് അതിൻ്റെ അരികത്തോട്ട് വയ്ക്കുക. ഇതുപോലെ അരികത്തോട്ട് വെച്ചിട്ട് നേരെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് ഈ തുണി ഒന്ന് നല്ല വശമാക്കി ഇട്ടിട്ട് അതിൻ്റെ സൈഡിൽ കൂടെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്യുക. ഈ ഒരു ഭാഗത്തു കൂടെയും കൂടെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. നമ്മുടെ ഷോപ്പിംഗ് ബാഗിന് എടുത്ത് തുണിയുടെ സെയിം അളവായിട്ട് ഒരു ലൈനിങ് തുണിയും കൂടെ വേണം കേട്ടോ. അപ്പോൾ ബാഗിൻ്റെ തുണി എടുത്തിരിക്കുന്ന സെയിം അളവായിട്ട് ഞാനിവിടെ ഒരു ലൈനിങ് തുണി എടുത്തിട്ടുണ്ട്. ആ തുണി നമുക്ക് ഇതുപോലെ ഒന്ന് രണ്ടാക്കി മടക്കി ഇട്ടിട്ട് നമുക്ക് നേർപകുതിയായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. 2 പീസാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിത് അവിടെ 2 പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് നമ്മുടെ ബാഗിൻ്റെ തുണി എടുക്കുക. അതെടുത്തിട്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഒരു സൈഡിൽ നിന്ന് ആദ്യം നമുക്ക് ഒരു 3 ഇഞ്ച് താഴ്ചയിൽ കറക്റ്റ് സെൻറ്റർ ഭാഗം നോക്കി ഒന്ന് മാർക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇതിങ്ങനെ ഒന്ന് രണ്ടാക്കി ഒന്ന് മടക്കുക. അതിനുശേഷം 2 ഇഞ്ച് ഇതുപോലെ നീളത്തിലൊന്ന് വരയ്ക്കുക. ആ 2 ഇഞ്ച് നീളം വരച്ചെടുത്തുനിന്ന് മേളിലോട്ടായിട്ട് 1 ഇഞ്ച് ഇതുപോലൊന്ന് മാർക്ക് ചെയ്യുക. അതിനുശേഷം ഇതുപോലൊന്ന് റൗണ്ട് ഷേപ്പിൽ അങ്ങനെ ഒന്ന് വരയ്ക്കുക. നമുക്ക് ആ ഒരു ഷേപ്പിൽ ഇവിടെ ഒന്ന് കട്ട് ചെയ്യുക കേട്ടോ. ഇതുപോലെ കട്ട് ചെയ്യുക. ഇതേപോലെ തന്നെ നമുക്ക് ഈ തുണിയുടെ അടുത്ത ഭാഗത്തും കട്ട് ചെയ്യണം. നമ്മളിവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട്
ഇതാ ഇവിടെ ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് കിട്ടുന്നത്. ഈ ഒരു ഷേപ്പിൽ തന്നെ നമുക്ക് അടുത്ത ഭാഗത്തേക്കും ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അത് തിരിച്ച് ഇതുപോലെ അതിൻ്റെ മുകളിലോട്ട് മടക്കിയിട്ടതിന് ശേഷം നമുക്കൊന്ന് അതേ ഒരു ഷേപ്പിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇപ്പം നമ്മൾ കട്ട് ചെയ്തെടുത്ത അതേപോലെ തന്നെ ഈ ഒരു ഭാഗവും കൂടെ അങ്ങ് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ അവിടെ മാർക്ക് ചെയ്തു, അതിനുശേഷം അവിടവും കട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ രണ്ട് സൈഡും ഇതാ ഈ ഒരു ഷേപ്പിലാണ് കിട്ടുന്നത്. ഇനി നമുക്ക് നമ്മുടെ ലൈനിങ് തുണി എടുക്കുക. ഏറ്റവും താഴെ ലൈനിങ് തുണി വെച്ചതിന് ശേഷം ബാഗിൻ്റെ തുണി ഇതുപോലെ അതിൻ്റെ മുകളിലോട്ട് തിരിച്ചിടുക. എന്നിട്ട് നമ്മളിപ്പോൾ കട്ട് ചെയ്ത ഭാഗം മാത്രം ലൈനിങ്ങിൽ വെച്ചിട്ട് രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്യുക. ലൈനിങ് താഴെ വെക്കുക കേട്ടോ. അതിനുശേഷം ഇതുപോലെ അതിൻ്റെ മുകളിലോട്ട് ചീത്തവശമായിട്ട് നമ്മൾ ബാഗിൻ്റെ തുണി തിരിച്ചിട്ടിട്ട് വേണം നമ്മളിപ്പോൾ കട്ട് ചെയ്ത ഭാഗം രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. അപ്പോൾ രണ്ട് സൈഡ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതുപോലൊന്ന് മടക്കി എടുത്തിട്ട് ആ ലൈനിങ്ങും ഇത് നടുക്ക് ഭാഗത്തുനിന്ന് കട്ട് ചെയ്ത് മാറ്റുക. അങ്ങനെ രണ്ട് സൈഡും കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമുക്ക് ലൈനിങ് നമുക്കിതാ ആ നടുക്ക് വശത്തൂടെ വേണം നമുക്ക് ഉള്ളിലേക്കാക്കി കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത ഭാഗത്തൂടെ നമുക്ക് ലൈനിങ് ഇതുപോലെ ഉള്ളിലേക്കാക്കി കൊടുക്കണം. അപ്പോൾ ഇതേപോലെ തന്നെ അടുത്ത സൈഡും ചെയ്തെടുക്കുക കേട്ടോ. നമുക്ക് ലൈനിങ് ഇതാ രണ്ട് ഭാഗത്തുനിന്ന് നടുക്ക് കൊണ്ടുവന്നിട്ട് ഇതുപോലെ മടക്കി കൊടുത്തിട്ട് നേരെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതാ ഈ ഒരു നല്ല ഭാഗത്തൂടെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്യണേ രണ്ട് സൈഡിലും. അത് കഴിഞ്ഞതിന് ശേഷം ലൈനിങ്ങും ബാഗിൻ്റെ തുണിയും കൂടെ ഒന്നിച്ച് ഇതിൻ്റെ നാലരികും സ്റ്റിച്ച് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ ഇത്രയും ഭാഗം വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ അത്രയും ഒന്ന് ചെയ്തെടുത്തേക്കണേ. അപ്പോൾ ഇതാ അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ലൈനിങ്ങിൻ്റെ നടുക്ക് ഭാഗത്ത് രണ്ട് വശത്തുനിന്നും കൊണ്ടുവന്ന് വെച്ച് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പതിച്ചും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് നല്ല ഭാഗത്തുനിന്ന് കേട്ടോ. ഇപ്പോൾ നമുക്ക് നമ്മുടെ ഷോപ്പിംഗ് ബാഗിൻ്റെ ഫ്രണ്ട് വശത്ത് വരുന്ന വലിയൊരു പോക്കറ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിങ്ങനെ ഒന്ന് രണ്ടാക്കി ഇതുപോലൊന്ന് മടക്കിയിടുക. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ താഴോട്ട് വന്നിട്ട് നമുക്ക് 2.5 ഇഞ്ച് വെച്ച് നമുക്ക് ആദ്യം ഇതുപോലൊന്ന് ഉള്ളിലേക്കായിട്ട് മാർക്ക് ചെയ്യുക. അതിനുശേഷം അവിടെ നിന്ന് മുകളിലോട്ട് 2.5 ഇഞ്ച് എടുക്കുക, തിരിച്ചും 2.5 ഇഞ്ച് എടുക്കുക. ഇപ്പോൾ ഒരു സ്ക്വയർ പോലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് അവിടം കട്ട് ചെയ്യാം. അവിടം കട്ട് ചെയ്ത് എടുക്കുന്ന ആ ഒരു തുണ്ട് കഷ്ണം നമുക്ക് അടുത്ത ഭാഗത്തേക്കായിട്ട് വെച്ച് കൊടുത്തിട്ട് അവിടം കൂടെ നമുക്ക് അതേപോലെ തന്നെ കട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അങ്ങനെ വെച്ച് കട്ട് ചെയ്യാൻ പാടുള്ളവർ അത് വെച്ചിട്ട് അവിടെ ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം കട്ട് ചെയ്താലും മതി കേട്ടോ. ഇനി നമുക്ക് ഈ ബാഗിൻ്റെ ഇതേ മേൽവശം നമ്മൾ ചരിച്ച് വെട്ടിയ ഭാഗമില്ല, ആ ഒരു രണ്ട് ഭാഗവും നമുക്ക് ജസ്റ്റ് ഇതുപോലൊന്ന് സൈഡിൽ നിന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാവേ. കട്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, അവിടെ ഒന്ന് രണ്ട് സൈഡ് മാർക്ക് ചെയ്താൽ മതി. അത്രയും ഭാഗത്ത് നമ്മൾ വേറൊരു തുണി എടുത്തിട്ട് അവിടെ രണ്ട് സൈഡുമായിട്ട് ബോർഡർ കൊടുക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി ക്രോസ് പീസ് പോലെ ഇതാ ഞാൻ വേറൊരു തുണി ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിങ്ങനെ രണ്ടാക്കി മടക്കിയിട്ട് ഉള്ളിൽ നിന്നും ഇതുപോലെ ആ ബാഗിൻ്റെ തുണിയായിട്ട് നമ്മൾ ആ റൗണ്ട് ഭാഗം വരെ മാത്രം സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് നല്ല വശത്തേക്ക് ചെറിയ വീതിയിൽ അതങ്ങ് മടക്കി സ്റ്റിച്ച് ചെയ്യാൻ പോവാണ് കേട്ടോ. ഇതാ ഈ കാണിക്കുന്ന പോലെ തന്നെ ഉള്ളിൽ നിന്നും ആ ബ്ലാക്ക് കളർ തുണി ഞാൻ രണ്ടാക്കി മടക്കിയിട്ട് നമ്മുടെ ബാഗിൻ്റെ തുണിയായിട്ട് ഒന്നിച്ച് വെച്ച് ഇതാ റൗണ്ട് ഭാഗം വരെ നമ്മൾ കട്ട് ചെയ്ത ഭാഗം വരെ ഇതാ ഇതുപോലെ ആദ്യം സ്റ്റിച്ച് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടം വരെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതാ ഇടയ്ക്കൂടി ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം അതിങ്ങനെ നല്ല ഭാഗത്തേക്ക് ഇതുപോലെ ആക്കി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേളിൽ കൂടെയായിട്ട് സ്റ്റിച്ച് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഈ ഒരു സൈഡിൽ സ്റ്റിച്ച് ചെയ്ത് നമ്മൾ ഈ ബ്ലാക്ക് കളർ തുണി വെക്കുന്ന പോലെ തന്നെ അടുത്ത ഭാഗത്തും സ്റ്റിച്ച് ചെയ്ത് വെക്കണം. അപ്പോൾ അടുത്ത സൈഡിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വെക്കുന്നത് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഈ ഒരു ഭാഗം ചെയ്ത പോലെ തന്നെ അടുത്ത ഭാഗം അങ്ങ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ വരും, ഇത് കണ്ടോ ഒരു ബോർഡർ പോലെ വന്നിട്ടുണ്ട്, നല്ല ഭംഗിയില്ലേ. അപ്പോൾ അടുത്ത സൈഡിലും കൂടെ അങ്ങനെ ചെയ്തെടുക്കുക കേട്ടോ.
അപ്പോൾ ഇതാ രണ്ട് സൈഡിലും അങ്ങനെ ഒരു ബോർഡറൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിങ്ങനെ ഒന്ന് രണ്ടാക്കി മടക്കി ഇടുക. അതിനുശേഷം ഇതാ ഞാനിപ്പോൾ ഈ കാണിക്കുന്ന അവിടം തൊട്ട് താഴോട്ടായിട്ട് സ്റ്റിച്ച് ചെയ്യുക. ഇതാ ഈ ഒരു ഭാഗം തൊട്ട് താഴെ വരെ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ അത് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, അങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഇതാ ഈ ഒരു ഭാഗം നമുക്ക് ഇങ്ങനെ എടുത്തിട്ട് അവിടവും ക്ലോസ് ചെയ്യുക. ഇതാ ഇവിടവും ഇങ്ങനെ ക്ലോസ് ചെയ്ത് കൊണ്ടുവരണം കേട്ടോ. അപ്പോൾ ഇത് അവിടവും ക്ലോസ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് നമ്മുടെ ഷോപ്പിംഗ് ബാഗ് ഇതുപോലെ നല്ല വശമാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ വളരെ പെട്ടെന്നാണ് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഷോപ്പിംഗ് ബാഗ് നമ്മൾ റെഡിയാക്കിയിരിക്കുന്നത്. ഇതുണ്ട്, ഇതിൻ്റെ ഉൾവശമൊക്കെ കാണാൻ വളരെ നീറ്റായിട്ടുണ്ട്. ലൈനിങ് ഒക്കെ ഇട്ട് നമ്മൾ ചെയ്തെടുത്തുകൊണ്ട് ഇതാ ഇവിടെ നമുക്ക് ഒരു വലിയ പോക്കറ്റും ഉണ്ട്. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ പൈസയോ അതല്ലെങ്കിൽ പേഴ്സ് ആണെങ്കിൽ പേഴ്സ് അതിൻ്റെ ഉള്ളിൽ വെക്കാം, കുട വയ്ക്കണമെങ്കിൽ കുട വയ്ക്കാം, അതല്ലെങ്കിൽ വേറെ കവറുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നമുക്ക് ഇത് കൈ പിടിച്ചുകൊണ്ട് നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങാനൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ അടിപൊളി ഒരു ഷോപ്പിംഗ് ബാഗാണ് ചെയ്ത് കാണിച്ചിരിക്കുന്നത്. നല്ല ക്ലോത്ത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ കാണാൻ ഇതിലും നല്ല ഭംഗിയായിരിക്കും. ഞാനൊരു പഴയ ഒരു ഫ്രോക്കിലാണ് ചെയ്ത് കാണിച്ചത്, എന്നിട്ട് പോലും കാണാൻ നല്ല ഒരു ഷോപ്പിംഗ് കവറല്ലേ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ വീട്ടിൽ ചെയ്ത് നോക്കാത്ത കൂട്ടുകാരാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ ഈ ഒരു വീഡിയോ കൂട്ടുകാർക്ക് ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ പോക്കറ്റ് വരുന്ന ഷോപ്പിംഗ് ബാഗ് സ്റ്റിച്ച് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അതുപോലെ എന്നും എൻ്റെ വീഡിയോയ്ക്ക് ലൈക്കായിട്ടും കമൻറ്റായിട്ടും എന്നും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാരുടെ അടുത്ത് സ്നേഹം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അടുത്തൊരു ദിവസം അടുത്ത നല്ല വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ, ഗുഡ് നൈറ്റ്.